കാര്യങ്ങൾക്കും നമ്മുടെ നിലനിൽപ്പിന് പോലും കാരണമാകുന്നത് നമ്മുടെ തലച്ചോറാണ്. ഏതാണ്ട് 1 കിലോഗ്രാം 300-400 ഗ്രാം വെയിറ്റുള്ള ഈ അവയവമാണ് നമ്മളെ പുറത്തുള്ള ഒരു പ്രപഞ്ചം കാട്ടിത്തരുന്നത്, നമ്മുടെ മനസ്സിനെ സൃഷ്ടിക്കുന്നത്, നമ്മുടെ അറിവുകളുടെ ആധാരമായിട്ട് നിൽക്കുന്നത് എല്ലാം ബ്രെയിനാണ്. ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയാണ്, അതിൻ്റെ ഇലക്ട്രിക്കൽ കെമിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ അനുഭവത്തെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബോധം ബ്രെയിനിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രെയിനിൻ്റെ പ്രവർത്തനം കൂടുമ്പോൾ നമ്മുടെ ബോധം വികസിക്കുന്നു. ബ്രെയിനിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ബോധം ചുരുങ്ങുന്നു. ഒരു പക്ഷേ ബ്രെയിന് പൂർണ്ണമായിട്ട് നിലയ്ക്കുമ്പോൾ നമ്മുടെ ബോധം തന്നെ കെട്ടുപോകുന്നു. ഇതാണ് നമ്മൾ നമ്മളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ബ്രെയിനിനെക്കുറിച്ചും എല്ലാം ഇതുവരെ വിചാരിച്ചു വച്ചിരിക്കുന്ന ധാരണ. എന്നാൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ ഇത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുകയാണെങ്കിലോ, പലതരത്തിൽ പല മേഖലകളിൽ ബ്രെയിനിനെ കുറിച്ച് നടത്തിയ പഠനങ്ങൾ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ, ബ്രെയിനിൻ്റെ പ്രവർത്തനം സമം മനസ്സ് അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ബോധം എന്ന പ്രസിദ്ധമായിട്ടുള്ള E=mc² സമാനമായിട്ടുള്ള ഇക്വേഷൻ പലപ്പോഴും നിലനിൽക്കുന്നില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രെയിൻ എന്താണ്, നമ്മുടെ അനുഭവം എന്താണ്? ഇക്കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ബ്രെയിനാണ് നമ്മുടെ അനുഭവം ഉണ്ടാക്കുന്നത്. ബ്രെയിനിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഇലക്ട്രിക്കലും കെമിക്കലുമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ മനസ്സിനെ സൃഷ്ടിക്കുന്നത്. മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്. ബ്രെയിനിൻ്റെ പ്രക്രിയകളാണ് നമ്മുടെ അനുഭവത്തെ ഉണ്ടാക്കുന്നത്. നമ്മൾ ബോധവാന്മാരായിട്ടിരിക്കുന്നത് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പൊതുധാരണ. ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയകൾ കൂടുമ്പോൾ ബ്രെയിന് നമുക്ക് അനുഭവം കൂടുതലുണ്ടാക്കുന്നു. ബ്രെയിനിൻ്റെ മെറ്റബോളിസം കുറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ കുറയുന്നു. ബ്രെയിനിൻ്റെ മെറ്റബോളിസവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഓക്സിജൻ്റെ പ്രഭാവം. ഓക്സിജൻ നമ്മൾ കൂടുതൽ ബ്രെയിനിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം, ബ്രെയിനിൻ്റെ മെറ്റബോളിസം കൂടുകയും നമ്മുടെ അനുഭവങ്ങളുടെ തീവ്രത കൂടുകയും ചെയ്യുന്നു. ഓക്സിജൻ കുറയുമ്പോൾ ആ അനുഭവങ്ങളും മെറ്റബോളിസവുമെല്ലാം അതുപോലെ കുറയുന്നു. ഇതിനെ നമുക്ക് മെഷർ ചെയ്യാനും സാധിക്കും. അതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് FMRI എന്നൊരു സാങ്കേതിക വിദ്യയാണ്, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇത് ചെയ്യുന്നത് ബോൾട്ട് എന്നുള്ളൊരു ടെക്നിക്കാണ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ ഡിറ്റക്ഷൻ. അതാണ് ബോൾട്ട്. ഓക്സിജൻ കൂടിയ രക്തം ബ്രെയിനിലേക്ക് ഇരച്ചു കയറുമ്പോൾ അത് FMRI ടെക്നിക്ക് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും, നിരീക്ഷിക്കാൻ സാധിക്കും. അതൊരു എക്സ്റേ പോലുള്ള ഒരു ചിത്രത്തിൽ തെളിഞ്ഞ ഭാഗങ്ങളിൽ ഓക്സിജൻ കൂടിയ രക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രെയിനിൻ്റെ ഏത് മേഖലയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഏത് തരം അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ FMRI സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് തീവ്രമായിട്ടുള്ള ദേഷ്യമുണ്ടാകുമ്പോഴോ സ്നേഹമുണ്ടാകുമ്പോഴോ മറ്റു തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മൾ ഓർമ്മിക്കുമ്പോഴോ ഒക്കെ ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ FMRI സ്റ്റഡീസിൽ അതിൻ്റെ ആ ഇമേജിൽ തെളിഞ്ഞ ഭാഗങ്ങളായിട്ട് കാണും. ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ ലൈറ്റപ്പ് ചെയ്യുന്നു എന്നാണ് ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നത്, നമ്മുടെ അനുഭവങ്ങൾക്ക് ആധാരമായിട്ട് നിൽക്കുന്നത് ബ്രെയിനിൻ്റെ ഈ പ്രക്രിയകളാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള ആശയങ്ങൾ പലതും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനെ പലപ്പോഴും അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇന്നും ഊന്നി നിൽക്കുന്ന ഒരു വിശദീകരണം ബ്രെയിൻ തന്നെയാണ് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം. ഇതിൻ്റെ ആധാരമായിട്ട് നിൽക്കുന്നത് ഭൗതികവാദം അല്ലെങ്കിൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ചിന്താ പദ്ധതിയാണ്. ഫിസിക്കലിസം അല്ലെങ്കിൽ മെറ്റീരിയലിസം പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ആധാരം തന്നെ മെറ്റീരിയൽസ് ആണ്, ഫിസിക്കലായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. നമ്മളതിനെ മനസ്സിലാക്കുന്നു, നമ്മുടെ അനുഭവത്തിലൂടെ
ഈ ഫിസിക്കൽ റിയാലിറ്റിയെ, ഈ മെറ്റീരിയൽ വേൾഡിനെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മൾ ആ ഫിസിക്കൽ വേൾഡിൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ്. ഫിസിക്കൽ വേൾഡിലെ ആറ്റംസും പാർട്ടിക്കിൾസും എല്ലാം കൂട്ടായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട്, ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബോധം. ആ ബോധത്തിലൂടെയാണ് നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും, നമുക്ക് മൂർത്തമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബോധമാണെങ്കിലും, ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്ന അമൂർത്തമായിട്ടുള്ള വിവരണങ്ങൾ, അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്, അതാണ് ശാശ്വതമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമെന്ന് മെറ്റീരിയലിസം വിശദീകരിക്കുന്നു. ഈ ഭൗതികവാദത്തിന് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അതിലൊന്നാണ് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ്. നമുക്ക് വസ്തുക്കളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും, അതിൻ്റെ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും, അതിൻ്റെ സ്പിന്ന്, അതിൻ്റെ മാസ്, അതിൻ്റെ ചാർജ് തുടങ്ങിയ പല ഫിസിക്കൽ പാരാമീറ്റേഴ്സും നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ എവിടെയാണ് അനുഭവം നിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. ചുവപ്പ് കാണുമ്പോൾ ചുവപ്പിൻ്റെ അനുഭവം, സ്നേഹത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെ അനുഭവം, ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസിനെ നമുക്ക് ഈ ക്വാണ്ടിറ്റീസിൽ നിന്ന് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. ഭൗതികവാദത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ടത് നിലനിൽക്കുന്നു. മാത്രമല്ല, യുക്തിപരമായിട്ട് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന നമ്മുടെ ബോധം, നമുക്ക് മൂർത്തമായിട്ട് അറിയാവുന്നത് നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസും ഇതെല്ലാമാണ്. നമ്മുടെ മനസ്സാണ് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ആ മനസ്സ് അല്ലെങ്കിൽ ആ ബോധം, അത് അതിന് പുറത്തു നിൽക്കുന്ന ഒരു ഭൗതിക ലോകത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് പറയുമ്പോൾ, മൂർത്തമായ ഒരു വസ്തുവിനെ നമ്മൾ വിവരിക്കുന്നത് ആ മൂർത്തമായിട്ടുള്ള വസ്തു നിർമ്മിക്കുന്ന അമൂർത്തമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ്. കൺക്രീറ്റ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ വിവരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു കാറ്റഗറി മിസ്റ്റേക്ക് ആണ് എന്ന് ലോജിക്കലി, യുക്തിപരമായിട്ട് പലരും അഭിപ്രായപ്പെടുന്നു. മൂർത്തമായ ഒന്നിനെ മൂർത്തമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് വേണം വിവരിക്കാൻ. അതിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള അമൂർത്തമായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്, അതിനെ വിവരിക്കുന്നത് ലോജിക്കൽ ഫാലസിയാണ്. പല പ്രശ്നങ്ങളും അതിലുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിസം അല്ലെങ്കിൽ ഫിസിക്കലിസം വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ്, ഒരു ചിന്താ പദ്ധതിയാണ്. അതിന് വീണ്ടും വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടാണ് ബ്രെയിനിൻ്റെ ചില പ്രക്രിയകൾ നമ്മുടെ മുന്നിൽ വരുന്നത്. ഫിസിക്കലിസത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രെയിനാണ് നമ്മുടെ ബോധത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനവുമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ബ്രെയിനിൻ്റെ മെറ്റബോളിസം, അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ഓക്സിജന്റെ ലെവല്, അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ തോത്, ഇത് കൂടുന്നതനുസരിച്ച് നമ്മുടെ അനുഭവം കൂടുകയും അത് കുറയുന്നതനുസരിച്ച് അനുഭവം കുറയുകയും ചെയ്യുന്നു. ഇതിന് നേരെ വിപരീതമായിട്ടാണ് കുറഞ്ഞത് 6 തരം തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ തകരാറുകളുമായിട്ട് ബന്ധപ്പെട്ടത്, മസ്തിഷ്കത്തിനെ നമ്മൾ കെമിക്കൽസ് കൊണ്ട് തടസ്സപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഇത്തരത്തിൽ പല അനുഭവങ്ങളിലൂടെ, പല തെളിവുകളിലൂടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ബ്രെയിൻ സമം ബ്രെയിനിൻ്റെ പ്രവർത്തനം സമം അനുഭവം എന്നുള്ള ആ ഇക്വേഷന് വെല്ലുവിളികൾ ഉയരുന്നതായിട്ട് കാണാം. ഈ 6 തരം 6 വർഗത്തിൽപ്പെട്ട തെളിവുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൽ ആദ്യത്തെ തെളിവാണ് സെറിബ്രൽ ഹൈപ്പോക്സിയ എന്ന ചില അനുഭവങ്ങൾ. ഇത് സെറിബ്രൽ ഹൈപ്പോക്സിയ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് എത്തുന്ന ഓക്സിജന്റെ തടസ്സം. നമ്മളെ ഏതെങ്കിലും രീതിയിൽ ശ്വാസം മുട്ടുകയാണെങ്കിൽ, ശ്വാസ തടസ്സം ഉണ്ടാകുകയാണെങ്കിൽ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്നത് കുറയും. അമേരിക്കയിലും മറ്റും ചില രാജ്യങ്ങളിൽ ചില കുട്ടികൾ കളിക്കുന്ന ഒരു കളിയാണ് ചോക്കിംഗ് ഗെയിം. ഒരു തുണി കൊണ്ട് കഴുത്ത് ഞെരിച്ച് ഓക്സിജൻ ഒരു നിമിഷത്തേക്ക് 2 നിമിഷത്തേക്ക് തടസ്സപ്പെടുത്തിയാൽ അതിൽ നിന്നൊരു നല്ല അനുഭവം ഉണ്ടാകുന്നതായിട്ട് കുട്ടികൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവരിത് കളിക്കുന്നതും പലപ്പോഴും ഇത് ഫാറ്റൽ ആവുന്നതും വളരെ അപകടകരമായിട്ട് അത് മാറുന്നതും. ഓക്സിജന്റെ ലെവല് കുറയുമ്പോൾ അനുഭവത്തിന്റെ തീവ്രത കുറയുകയല്ല, അല്ലെങ്കിൽ നമ്മളൊരു ബോധക്ഷയത്തിലേക്ക് പോവുകയല്ല, നല്ലൊരു അനുഭവത്തിലേക്ക് പോകുന്നു. ഇതാണിത് ചൂണ്ടിക്കാട്ടുന്നത്. ചോക്കിംഗ് ഗെയിം
ഒരു യാദർശികമായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിലും ഇതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. ഫൈറ്റർ പൈലറ്റുകളും സ്പേസ് എക്സ്പ്ലോറേഴ്സും എല്ലാം വളരെ വേഗത്തിൽ ആക്സിലറേഷനെ നേരിടുമ്പോൾ അവരുടെ ബ്രെയിനിൽ നിന്ന് രക്തം വാർന്നു പോവുകയും കുറച്ചു നേരം അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി തടസ്സപ്പെടുകയും അവരൊരു അൺകോൺഷ്യസ് എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനെ ഗ്രാവിറ്റി ഇൻഡ്യൂസ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഫൈറ്റർ പൈലറ്റുകൾക്കും ആസ്ട്രോനോട്ട്സുകൾക്കും നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് നാസ പോലുള്ള സ്ഥാപനങ്ങൾ ഇതിനെ വളരെ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റി ഇൻഡ്യൂസ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ GLOC, അത് ഒരു വ്യക്തിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബോധക്ഷയമല്ല ഉണ്ടാക്കുന്നത്. പലപ്പോഴും അതൊരു ബോധത്തിൻ്റെ തീവ്രത കൂട്ടുന്നു എന്ന് അതിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അവകാശപ്പെടുന്നു. അവർക്ക് മെമ്മോറബിൾ ഡ്രീംസ്, ഓർമ്മിക്കാവുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസരങ്ങളിൽ അവരുടെ ഐഡന്റിറ്റിക്ക് ഒരു വികാസം സംഭവിക്കുന്നു. അവരുടെ ചിന്തകൾക്ക് മറ്റൊരു തലത്തിലുള്ള അടുക്കും ചിട്ടയും ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രക്തമില്ലാതെ ഓക്സിജനും ഇല്ലാത്തൊരവസ്ഥയിൽ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ തകരാറാകുമ്പോൾ നമ്മുടെ സാധാരണ ഇക്വേഷൻ വെച്ച് അവരുടെ ബോധത്തിൽ ക്ഷതമുണ്ടാകുക, അല്ലെങ്കിൽ ബോധം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് വളരെ ഖയോട്ടിക്കായിട്ട് ക്രമരഹിതമായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗം തെളിവുകളിലേക്ക് പോകാം. സാധാരണയായിട്ടുള്ള ശാരീരിക ക്ഷതങ്ങളും ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി പലപ്പോഴും കുറയ്ക്കുന്നു. മരണാസന്ന അനുഭവങ്ങൾ, അത് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ബ്രെയിനിലേക്ക് രക്തമെത്താതെ പോകുന്ന അവസരങ്ങൾ, അത്തരത്തിലുള്ള അവസരങ്ങളിൽ ബ്രെയിന് പലപ്പോഴും ഏതാനും മിനിറ്റുകൾ, ചില സന്ദർഭങ്ങളിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ബ്രെയിൻ പ്രവർത്തിക്കാതിരിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ ബ്രെയിൻ റിവൈവ് ചെയ്ത് വരികയും ഈ വ്യക്തികൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം വ്യക്തികളിൽ പലരിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരനുഭവം, അത് ബോധത്തിൻ്റെ ഒരു എക്സ്പാൻഷനാണ്, അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു എക്സ്പാൻഷനാണ്, എക്സ്പീരിയൻസ് വളരെ തീവ്രമാകുന്നു എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട്. സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഈ അനുഭവങ്ങൾ NDE അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന് വിധേയമായിട്ടുള്ളവർ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. ഇതേ തരത്തിലുള്ള ജനറൽ ഫിസിയോളജിക്കൽ സ്ട്രെസ്, ശാരീരികമായിട്ടുള്ള സമ്മർദ്ദം പലപ്പോഴും ഗോത്രവർഗങ്ങളിൽ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അവരുടെ ഇനിഷ്യേഷൻ സെറമണീസ് അല്ലെങ്കിൽ ദീക്ഷ റിച്വൽസിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ആഹാരത്തിൽ നിന്ന് മാറിയിരിക്കുക, വളരെ നീണ്ട സമയം ഡാൻസ് ചെയ്യുക, ഉറങ്ങാതിരിക്കുക എന്നൊക്കെയുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതായിട്ട് കാണാം. ഈ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു. ഈ സമയത്ത് ഇവർക്ക് തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ട തെളിവുകളിലേക്ക് പോകാം. അത് ട്രാൻസ്ക്രാനിയൽ മാഗ്നറ്റിക് സിമുലേഷൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടതാണ്. ഒരു മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ തലയോട്ടിൻ്റെ പുറത്തു നിന്ന് തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ സിഗ്നൽസുകളെ തടസ്സപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ തടസ്സപ്പെടുമ്പോൾ ഇവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് വ്യക്തികൾ അവകാശപ്പെടുന്നു. ഈ അനുഭവങ്ങൾ ഒരു പക്ഷേ അവർക്ക് പുതിയ കഴിവുകൾ ഉണ്ടാക്കി തരുന്നു, മാത്തമാറ്റിക്കലും ആർട്ടിസ്റ്റിക്കലുമായിട്ടുള്ള കഴിവുകൾ. ഇതിനെ അക്വേർഡ് സാവൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥകളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോഴും അവിടെ സംഭവിക്കുന്നത് ബ്രെയിനിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിലുള്ള വളരെ ചിട്ടയായിട്ടുള്ള വളരെ വികസിച്ച ഒരനുഭവം ഉണ്ടാകുന്നു. ഇനി നാലാമത്തെ ഗണത്തിൽപ്പെട്ടത് ട്രാൻസ് സ്റ്റേറ്റ്സ് ആണ്. പലപ്പോഴും പലരും പലതരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസ് അല്ലെങ്കിൽ അനുഭവ മേഖലകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. ബ്രസീലിൽ അത്തരത്തിൽ ഒരു പാരമ്പര്യമായിട്ടുള്ള ട്രാൻസിലേക്ക് പോകുന്ന ആൾക്കാർ ചെയ്യുന്നത്, അവർ മരിച്ച ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് അവർ പലതും എഴുതി വയ്ക്കുന്നു. അപ്പോൾ ട്രാൻസ് സ്റ്റേറ്റിൽ പോയിട്ട് അവർ
വാക്കുകൾ എഴുതുകയാണ്, വലിയ ടെക്സ്റ്റുകൾ എഴുതുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം സ്റ്റേറ്റിലേക്ക്, ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി കുറയുന്നു, ജനറൽ ബ്രെയിൻ ആക്ടിവിറ്റി കുറയുന്നതായിട്ട് കാണാം. അങ്ങനെ ബ്രെയിനിൻ്റെ പല മേഖലകളും പ്രവർത്തിക്കാതെ ആകുമ്പോൾ ഇവർ എഴുതുന്ന വാക്യങ്ങൾ വാസ്തവത്തിൽ പരസ്പര ബന്ധമില്ലാതാകുകയും അവ്യക്തമാകുകയും ഒക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പഠനങ്ങൾ ഇത്തരം ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുന്നവരും അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി കുറയുന്നതായിട്ട് അവസരങ്ങളിൽ കാണുന്നത് ഇവരെഴുതുന്ന വാക്യങ്ങളുടെ കൃത്യത കൂടുന്നതായിട്ടും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നു, കോംപ്ലക്സ് ലാംഗ്വേജ് ആകുന്നു, കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ലാംഗ്വേജ് ആകുന്നു എന്നുള്ളതാണ്. ഇതും ബ്രെയിൻ ആക്ടിവിറ്റി സമം മനസ്സിൻ്റെ പ്രവർത്തനം എന്ന ഇക്വേഷന് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇനി 5ാമത്തെ ഗണത്തിൽപ്പെട്ട തെളിവുകൾ കെമിക്കൽ ഇമ്പയർമെൻ്റ് ഓഫ് ബ്രെയിൻ ഫങ്ഷൻസിൽ നിന്നാണ്. ചില കെമിക്കൽസ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു. സൈക്കഡലിക്സ് എന്ന ഗണത്തിൽപ്പെട്ട കെമിക്കൽസ്, LSD, സൈലോസൈബിൻ തുടങ്ങിയ വസ്തുക്കൾ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, അത് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഇൻജക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ബ്രെയിനിൻ്റെ സാധാരണമായിട്ടുള്ള ആക്ടിവിറ്റി കുറയുന്നു എന്നുള്ളതാണ്. fMRIയിലൂടെ നോക്കുമ്പോൾ ആ തെളിഞ്ഞ ഭാഗങ്ങളെല്ലാം മാറിയിട്ട് എല്ലാം ഇരുണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇത്തരം സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ ഇവർക്ക് വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ട്, ഇതിൽ വിധേയമായിട്ടുള്ള ആൾക്കാർ വ്യക്തമാക്കുന്നു. അവർ ശബ്ദങ്ങൾ കേൾക്കുന്നത് മറ്റൊരു രീതിയിലാണ്, വളരെ റിച്ചായിട്ടായിട്ട് സൗണ്ടുകൾ കാണുന്നു. സാധാരണ കാണുന്ന നിറങ്ങളെക്കാൾ വളരെ വികസിച്ച ഒരു പാലറ്റ് നമ്മുടെ നിറ വ്യത്യാസങ്ങളിൽ കാണുന്നു. അങ്ങനെ പലതരത്തിലും ഇവരുടെ അനുഭവം എൻറിച്ച്ഡ് ആകുന്നു, അത് സമ്പുഷ്ടീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി, ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പല യൂണിവേഴ്സിറ്റികളിലും വളരെ വിപുലമായിട്ട് പഠനത്തിന് വിധേയമാക്കുന്ന ഒരു മേഖലയാണ്. അവിടെ എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതിന് സമാനമായിട്ട് ബോധത്തിൻ്റെ ഉണർവ് കൂടുന്നു എന്നുള്ളതാണ്. ഇനി 6ാമത്തെ വിഭാഗത്തിൽപ്പെട്ട തെളിവുകൾ കുറച്ചുകൂടി മൂർദ്ധമായിട്ടുള്ള തെളിവുകളാണ്. ഏതൊരു സമയത്തും ബ്രെയിനിന് തകരാറുണ്ടാകുമ്പോൾ, ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഒരു സർജറി, ഒരു ട്യൂമർ വന്നിട്ട് ആ ട്യൂമറിനെ റിമൂവ് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ അവിടെ ട്യൂമർ മാത്രമല്ല റിമൂവ് ചെയ്യപ്പെടുന്നത്, കുറച്ച് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ബ്രെയിൻ കോശങ്ങളും നശിച്ചു പോകുന്നു. കൊളാട്രൽ ഡാമേജ് എന്ന് പറയും. അങ്ങനെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം പ്രവർത്തനം ക്ഷയിക്കുന്നു. ആ സമയങ്ങളിൽ പലർക്കും ഈ രീതിയിലുള്ള എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്, വളരെ റിച്ചായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള പല അമേരിക്കൻ സൈനികർക്കും ബ്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വർഷങ്ങളായിട്ടുള്ള ഫോളോ അപ്പ് സ്റ്റഡീസ് നടത്തുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു വസ്തുത, ഇവർക്ക് പലർക്കും സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസസ് ഈ ബ്രെയിൻ തകരാറ് മൂലം ഉണ്ടാകുന്നതായിട്ടാണ്. ഇത് ബുള്ളറ്റ് വൂൺസ് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫാക്ടറിയിലോ മറ്റും ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ ബ്രെയിനിനുണ്ടാകുന്ന ക്ഷതത്തിൽ നിന്ന് മുക്തരാകിയിട്ട് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിനേറെ ഡിമെൻഷ്യ പോലുള്ള, മറവി രോഗം പോലുള്ള രോഗത്തിന് വിധേയമാവുന്നവരിൽ ബ്രെയിനിൻ്റെ നല്ലൊരു ഭാഗം കോശങ്ങളും നശിച്ചു പോകുന്നു. അവർക്കും ഇത്തരത്തിലുള്ള ഒരു റിച്ച് എക്സ്പീരിയൻസ് പലപ്പോഴും ഉണ്ടാകുന്നു, കോശം നശിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായിട്ട് പറയുന്നു. അപ്പം ഇത്തരം പഠനങ്ങൾ വളരെ വിശദമായിട്ട് പലരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശാസ്ത്ര മേഖലയിൽ ഇന്നും ഗവേഷണങ്ങൾ നടക്കുന്നതും ആയിട്ടുള്ള ഏരിയയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ചില പഠനങ്ങൾ നടത്തുന്നത് ബ്രെയിനിന് ഉണ്ടായ ആഘാതത്തിനെ തുടർന്ന് പലരും കലാപരമായിട്ടുള്ള പല ശേഷികളും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അക്വയർഡ് സാവന്റ് സിൻഡ്രോം. ഡെറിക് അമാൻഡോ എന്ന അമേരിക്കക്കാരൻ 2006 ഒരു സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഡൈവ് ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹം
ഒരു മിസ്കാൽക്കുലേഷൻ നടത്തുകയും അദ്ദേഹത്തിൻ്റെ തല ശക്തമായിട്ട് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ബോട്ടമിൽ ഇടിക്കുകയും അതിൻ്റെ കോൺക്രീറ്റിൽ ഇടിച്ച് വലിയ ഒരു ക്ഷതം അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ബ്രെയിനിൻ്റെ ചില ടിഷ്യൂസിന് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായി എന്ന് പിന്നീട് സ്കാനിങ്ങിലൂടെ കണ്ടെത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ കേൾവി ഏതാണ്ട് 35% ഇല്ലാതായി പോകുന്നു. പക്ഷേ ഈ ഒരു ക്ഷതം ഏൽക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് സംഗീതത്തിനോടുള്ള അഭിരുചി വളരെയധികം കൂടുന്നു. ഇതിനു മുമ്പ് ഇദ്ദേഹം സംഗീതം ഒരു രീതിയിലും ട്രെയിൻ ചെയ്തിട്ടില്ല. ഗിറ്റാർ വായിക്കാൻ അറിയാമെങ്കിലും വളരെ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ലാത്ത വ്യക്തി പിന്നീട് പിയാനോയുടെ ഒരു മാസ്ട്രോ ആയിട്ട് മാറുന്നു. വലിയ ഉയർന്ന നിലവാരത്തിലുള്ള സംഗീതം ഇദ്ദേഹം എഴുതുന്നു, അത് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ടായ ക്ഷതത്തിലൂടെയാണ്. ഇത്തരത്തിൽ വേറെയും ഉദാഹരണങ്ങളുണ്ട്. പലരിലും മാത്തമാറ്റിക്കൽ സ്കിൽസ്, ഗണിതശാസ്ത്രമായിട്ടുള്ള സ്കില്ല് കൂടുന്നു. സ്പേഷ്യൽ സ്കിൽസ്, പല വസ്തുക്കളെയും 3D ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനുള്ള സ്കിൽസ് കൂടുന്നു. കലണ്ടർ മാൻ എന്നുള്ള ഒരു അവസ്ഥ വളരെ സാധാരണമാണ്. 10,000 വർഷത്തെ കലണ്ടർ ഓർമ്മിച്ചിരിക്കാനുള്ള കഴിവ് ഇത്തരം വ്യക്തികൾക്കുണ്ടാകുന്നു. ഇത്തരത്തിൽ കഴിവുകളുള്ള ചിലർ അവർ ജന്മന ഈ പ്രശ്നങ്ങളുമായിട്ട്, ബ്രെയിനിൻ്റെ ചില തകരാറുകളുമായിട്ടും ഈ കഴിവുകളുമായിട്ട് വരുന്നു. ചിലരെങ്കിലും അപൂർവമായിട്ട് അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന ബ്രെയിനിൻ്റെ ക്ഷതത്തിൽ നിന്നാണ് ഈ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് ഫിസിക്കലിസത്തിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസത്തിൽ പറയുന്ന വിശദീകരണം, ഈ കഴിവുകൾ ഇൻഹറൻ്റായിട്ട് സ്വാഭാവികമായിട്ട് ബ്രെയിനിൽ ഉണ്ടായിരുന്നതും അതിനെ സാധാരണ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന വാൾവുകൾക്ക് ആണ് തകരാറുകൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ തരം കഴിവുകളെ തടഞ്ഞു നിർത്തുന്ന ഗേറ്റുകൾ ഉണ്ടായിരുന്നെന്നും അത് സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നെന്നും ആ ഗേറ്റുകൾക്ക് തകരാറിലാകുമ്പോൾ നമ്മുടെ ഈ കഴിവുകൾ പുറത്തു വരുന്നതായിട്ടാണ് വിശദീകരിക്കുന്നത്. പക്ഷെ അതൊരു അതിശയകരമായിട്ടുള്ള വിശദീകരണമാണ്. അങ്ങനെ കഴിവുകൾ കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കഴിവുകൾ പുറത്തു വരികയാണെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റി അവിടെ കാണണം. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കണ്ടതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് കാണുന്നത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി പൊതുവെ കുറയുന്നതായിട്ടാണ്. അപ്പോഴാണ് ഇത്തരം ആൾക്കാർക്ക് സംഗീതപരമായിട്ടും ഗണിതശാസ്ത്രപരമായിട്ടുള്ള കഴിവുകൾ കൂടുന്നതായിട്ട്. ഇത്തരം പഠനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന സൂചന മെറ്റീരിയലിസത്തിൻ്റെ, ഭൗതികവാദത്തിൻ്റെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ വിശദീകരണത്തിന് അതീതമായിട്ട് പുതിയൊരു വിശദീകരണത്തിന് നമ്മൾ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് കോൺഷ്യസ്നസ് അടിസ്ഥാനപരമാണ്, ബോധം അടിസ്ഥാനപരമാണ് എന്ന വിശദീകരണം. മെറ്റീരിയൽസ് അല്ല അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത്, മെറ്റീരിയൽസ് ബോധത്തിൻ്റെ ഉൽപ്പന്നമാണെന്നും ഈ പ്രപഞ്ചം, നമ്മളും എല്ലാം ഉൾപ്പെടുന്ന റിയാലിറ്റി അത് ബോധമണ്ഡലമാണ് എന്ന കാഴ്ചപ്പാട്. അങ്ങനെയാണെങ്കിൽ ആ ബോധമണ്ഡലത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ, ജീവജാലങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു? ബോധത്തിൻ്റെ തന്നെ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ബോധത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയകളിൽ ഒന്നാണ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ വിഘടനം എന്ന പ്രക്രിയ. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ വളരെ വിശദമായിട്ട് പഠനം നടത്തിയ മേഖലയാണ്. ബോധത്തിന് വിഘടിച്ച് രണ്ടാകാനും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലാകാനും പിന്നീട് റീഇൻറ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് എംപിറിക്കലായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാഴ്ചപ്പാടാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ ജീവനും ഒരു കോമൺ കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഡിസോസിയേറ്റഡ്, വിഘടിച്ച് നിൽക്കുന്ന ആൾട്ടേഴ്സ് ആണ് എന്ന് ഈ ചിന്താഗതി മുന്നോട്ട് വയ്ക്കുന്നു. ഡിസോസിയേറ്റഡ് ആൾട്ടേഴ്സ്, അതിൻ്റെ ഡിസോസിയേഷൻ കുറയുന്നത് പലപ്പോഴും നമ്മൾ ഈ ബ്രെയിൻ ഇമ്പയർമെൻറ്റ്, ഈ 6 ഗണത്തിൽപ്പെട്ട ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൽ തകരാറാകുമ്പോൾ ഡിസോസിയേഷൻ കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അവരുടെ അനുഭവത്തിൻ്റെ തീവ്രത കൂടുന്നത്. കാരണം വളരെ വിശാലമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സുമായിട്ട് ആ ഡിസോസിയേറ്റഡ് കോൺഷ്യസ്നെസ് വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്നു. ആ കണക്ഷനാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വിപുലീകരിക്കുന്നത്, സമ്പുഷ്ടീകരിക്കുന്നത്, അതിനെ വിശാലമാക്കുന്നത്. നമ്മുടെ ചുരുങ്ങിയ ഓൾട്ടർ എന്നുള്ള ഒരു അവസ്ഥയുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന്
വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം അത് ഈ കാര്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളെയും നമുക്ക് വിശദീകരിക്കുന്നതിന് സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം, അത് ഭൗതികവാദത്തിൻ്റെ വെറും ഒരു ചിന്താ വൈകല്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലോജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ കാറ്റഗറി മിസ്റ്റേക്ക് എന്ന് പറയുന്ന, നമുക്ക് മൂർത്തമായിട്ടുള്ള ബോധത്തിൽ നിന്ന് അമൂർത്തമായിട്ടുള്ള വിശദീകരണങ്ങളെ നമ്മൾ റിയാലിറ്റി ആയിട്ട് സ്വീകരിക്കുന്നതിൻ്റെ യുക്തിപരമായിട്ടുള്ള വൈകല്യങ്ങളെയും ഈ ഒരു സമീപനം, അതായത് കോൺഷ്യസ്നസ് ആണ് ഫണ്ടമെന്റൽ എന്ന് പറയുന്ന സമീപനം പരിഹരിക്കുന്നു. ഇത് പുതിയൊരു കാഴ്ചപ്പാടും നമുക്ക് നൽകുന്നു. മരണം എന്ന് പറയുന്നത് ഒരു റീഇൻറ്റഗ്രേഷൻ ഓഫ് കോൺഷ്യസ്നസ് ആണ്. അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു തീനാളത്തിൻ്റെ കടലല്ല, പുതിയ ഒരു അനുഭൂതിയുടെ ലോകത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ അനുനിമിഷം ജീവിക്കുന്നത് മരണത്തെ ഭയന്നുകൊണ്ടാണ്. മരണം എല്ലാത്തിനും അവസാനമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ ഓരോ നിമിഷവും വച്ചു പുലർത്തുന്നത്. എന്നാൽ ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിന് വിപരീതമാണ്. മരണം എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടേഴ്സിൻ്റെ, അതായത് വിഘടിച്ച് നിൽക്കുന്ന ഒരു ഐഡന്റിറ്റിയുടെ ശമനം മാത്രമാണെന്നും, എന്നാൽ നമ്മുടെ ബോധം വളരെ ശക്തമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പുതിയ സമീപനം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് മനുഷ്യരിൽ പുതിയൊരു കാഴ്ചപ്പാടുണ്ടാക്കാനും മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ബ്രെയിനിന്റെ പ്രവർത്തനമാണ് നമ്മുടെ അസ്തിത്വം, മെറ്റീരിയൽസ് ആണ് ഈ റിയാലിറ്റി എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് ശാസ്ത്ര തെളിവുകൾ നമ്മുടെ മുന്നിൽ വരുന്നത്. ആ തെളിവുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രെയിനിന്റെ ആക്ടിവിറ്റി കോൺഷ്യസ്നസ്സിനെ അല്ലെങ്കിൽ ബോധത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ എങ്ങനെയാണ് ബോധത്തിന്റെ ഉണർവ് കൂടുന്നതായിട്ട്, ബോധത്തിന്റെ വികാസം കൂടുന്നതായിട്ട്, ബോധത്തിന്റെ അടുക്കും ചിട്ടയും കൂടുന്നതായിട്ട്, നമുക്ക് ഇതുവരെ ഇല്ലാത്ത മെമ്മറീസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ഇതുവരെ ഇല്ലാത്ത കഴിവുകളിലെ നമ്മളെ ആർജിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്നില്ല. അത്തരം ചിന്താഗതികളെ നമ്മൾ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചിന്താഗതികളെ തലകീഴായിട്ട് മാറ്റിയിട്ട് വസ്തുക്കളുടെ ഉൽപ്പന്നമല്ല ബോധമെന്നും ബോധത്തിൻ്റെ ഉൽപ്പന്നം മാത്രമാണ് വസ്തുക്കളെന്നും ഉള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഇന്ന് 6 ഗണത്തിൽപ്പെട്ട തെളിവുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ 6 ഗണങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളുടെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം.